ഉപയോഗപ്പെടുത്തുമ്പോൾ അത് പ്രയോജനകരമായിട്ട് മാറും. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ ഇപ്പോൾ ചെറുപ്പക്കാരില്ല. അപ്പം കുറച്ച് അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല ഒരു മൈക്ക് കിട്ടിയാൽ എത്ര പേർക്ക് പ്രസംഗിക്കാനായിട്ട് സാധിക്കും. പലർക്കും സാധിക്കുന്നില്ല, മടിയാണ്. അപ്പോൾ ആളുകൾ എന്ത് വിചാരിക്കുക, അത് വിചാരിക്കുക, ഇത് വിചാരിക്കുക, വിഷമമാണ്. അപ്പം അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെ കയ്യിൽ അറിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മൈക്കുണ്ടെങ്കിൽ നിങ്ങൾ ഫലപ്രദമായിട്ട് അത് ഉപയോഗിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് വേണ്ടത്. അടിസ്ഥാനപരമായ അറിവുകൾ നമുക്ക് മിക്കവാറും വിഷയങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മൈക്ക് കിട്ടിയാലും ഏത് വിഷയത്തെക്കുറിച്ച് നമുക്ക് കുറച്ചൊന്ന് പ്രസംഗിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്കും ചെറുപ്പക്കാരായ ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിലേക്കൊക്കെ ഇനി വരും കാലങ്ങളിലേക്കൊക്കെ കലകളൊക്കെ അറിയാവുന്നവർക്ക്, മന്ത്രങ്ങളൊക്കെ അറിയാവുന്നവർക്ക്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, മൊബൈലൊക്കെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്നവർക്കൊക്കെ ഇനി അത് പ്രിഫറൻസ് ആവും, നല്ല മുൻഗണന കിട്ടും. അപ്പോൾ അല്ലാത്തവരൊക്കെ ദേവസ്വം ബോർഡിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ നോക്കി നടത്താനും അപ്പം നമുക്ക് അറിയണമെങ്കിൽ കലകളും കാര്യങ്ങളും ഒക്കെ അറിയണം. അപ്പോൾ ഇതൊക്കെയാണ് ഇനിയത്തെ ലോകം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എല്ലാ ചെറിയ ക്ഷേത്രങ്ങളിലും ഒക്കെ വീഡിയോ ക്യാമറകളൊക്കെ ഫിറ്റ് ചെയ്താൽ നമുക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഒരാൾക്ക് തന്നെ 3-4 ക്ഷേത്രങ്ങളിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താം. അപ്പം കലകൾ അറിയണം, ചെറിയ ചെറിയ മന്ത്രങ്ങളൊക്കെ അറിയണം. അപ്പോൾ എങ്ങനെയാണ് അത് കൊണ്ടുപോകേണ്ടുന്നത്. ചെറുപ്പക്കാരൊക്കെ ക്ഷേത്രകാര്യങ്ങളിലേക്കൊക്കെ വരണം. അവർക്ക് ശമ്പളം കിട്ടുമെന്നുണ്ടെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ജോലിക്കാർക്ക് സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പോലെയുള്ളതിൽ നിന്നൊക്കെ ശമ്പളം കിട്ടുമെന്നുണ്ടെങ്കിൽ എല്ലാവരും വരും. അറിയാമെങ്കിലുണ്ടല്ലോ വളരെ അത് പ്രയോജനകരമായിട്ട് മാറും. അപ്പോൾ വെക്കേഷൻ ഫലപ്രദമായിട്ട് ഒരു ട്രയാങ്കിളായിട്ടോ അല്ലെങ്കിൽ ഒരു ചതുരം വരച്ചിട്ട് അതിൻ്റെ 3 സൈഡ് അല്ലെങ്കിൽ 4 സൈഡും നമ്മൾ ഒരു ലക്ഷ്യം പോലെ വെച്ച് ഒരു ലക്ഷ്യമല്ല, നമുക്കൊരു 3-4 ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം. അപ്പോൾ പരസ്പരം നമുക്കത് ഉപയോഗപ്പെടുത്തുമ്പോൾ അത് പ്രയോജനകരമായിട്ട് മാറും. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ ഇപ്പോൾ ചെറുപ്പക്കാരില്ല. അപ്പം കുറച്ച് അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല ഒരു മൈക്ക് കിട്ടിയാൽ എത്ര പേർക്ക് പ്രസംഗിക്കാനായിട്ട് സാധിക്കും. പലർക്കും സാധിക്കുന്നില്ല, മടിയാണ്. അപ്പോൾ ആളുകൾ എന്ത് വിചാരിക്കുക, അത് വിചാരിക്കുക, ഇത് വിചാരിക്കുക, വിഷമമാണ്. അപ്പം അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെ കയ്യിൽ അറിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മൈക്കുണ്ടെങ്കിൽ നിങ്ങൾ ഫലപ്രദമായിട്ട് അത് ഉപയോഗിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് വേണ്ടത്. അടിസ്ഥാനപരമായ അറിവുകൾ നമുക്ക് മിക്കവാറും വിഷയങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മൈക്ക് കിട്ടിയാലും ഏത് വിഷയത്തെക്കുറിച്ച് നമുക്ക് കുറച്ചൊന്ന് പ്രസംഗിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്കും ചെറുപ്പക്കാരായ ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിലേക്കൊക്കെ ഇനി വരും കാലങ്ങളിലേക്കൊക്കെ കലകളൊക്കെ അറിയാവുന്നവർക്ക്, മന്ത്രങ്ങളൊക്കെ അറിയാവുന്നവർക്ക്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, മൊബൈലൊക്കെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്നവർക്കൊക്കെ ഇനി അത് പ്രിഫറൻസ് ആവും, നല്ല മുൻഗണന കിട്ടും. അപ്പോൾ അല്ലാത്തവരൊക്കെ ദേവസ്വം ബോർഡിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ നോക്കി നടത്താനും അപ്പം നമുക്ക് അറിയണമെങ്കിൽ കലകളും കാര്യങ്ങളും ഒക്കെ അറിയണം. അപ്പോൾ ഇതൊക്കെയാണ് ഇനിയത്തെ ലോകം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എല്ലാ ചെറിയ ക്ഷേത്രങ്ങളിലും ഒക്കെ വീഡിയോ ക്യാമറകളൊക്കെ ഫിറ്റ് ചെയ്താൽ നമുക്ക് അവിടെ